Welcome to Learning Know. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫയൽ സിസ്റ്റത്തിന്റെ MCQs ആണ്. So let's get started. Question number 1. NTFS is. അപ്പോൾ നമ്മൾ ഫയൽ സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വിൻഡോസിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് NTFS എന്ന് പറയുന്ന ടേം ആണ്. So what is this NTFS എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു what is NTFS എന്നുള്ളത്. So let's get started with this NTFS. Okay. Option A, New Technology File System. Option B, New Technic File System. Option C, New Technology File System. Option D, New Technic File Service. Sorry, New Technology File Service and New Technic File Service. Okay. So whatever the thing is, what is NTFS? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So what do you, according to you, what does mean by NTFS? NTFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ New Technology File System ആണോ, New Technic File System ആണോ, New Technology File Service ആണോ, New Technic File Service ആണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? New Technology File System ആണ്. Okay, which is New Technology File System. Okay, ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. New Technology File Service ആണ്. Okay, നെക്സ്റ്റ് ഫയൽ സിസ്റ്റം ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ആർ ദി ഓപ്പറേഷൻസ് മാനേജ്ഡ് ബൈ ഫയൽ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റഡേറ്റ, ഫയൽ നെയിമിംഗ്, സ്റ്റോറേജ് മാനേജ്മെന്റ് ആൻഡ് നൺ ഓഫ് ദിസ്. സോ വിച്ച് ഓപ്പറേഷൻസ് ആർ ബീൻ മാനേജ്ഡ് ബൈ ഫയൽ സിസ്റ്റം? ഏതൊക്കെയാണ്? നമ്മൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? മെറ്റഡാറ്റ ഉണ്ട്, ഫയൽ നെയിമിംഗ് ഉണ്ട്, സ്റ്റോറേജ് മാനേജ്മെന്റ്. അപ്പൊ ഇത് മൂന്നുള്ളത് കൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. സോ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മുടെ ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യുന്നതാണ്? മെറ്റഡാറ്റ മാനേജ് ചെയ്യും, ഫയൽ നെയിമിംഗ് മാനേജ് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് മാനേജ്മെന്റും ഉണ്ട്. അപ്പൊ ഇത് മൂന്നും ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ദി സൈസ് ആൻഡ് ദി ലൊക്കേഷൻ ഓഫ് ദി ഫയൽസ് ആർ ഐഡന്റിഫൈഡ് ബൈ. സൈസും അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ ഒരു ഫയലിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് നോക്കണം. ഓപ്ഷൻ എ, പാർട്ടീഷൻ സിസ്റ്റം, അതായത് സിസ്റ്റം പാർട്ടീഷൻ ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. വോളിയൂംസ് വെച്ചിട്ടാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്? നെയിം ഓഫ് ദി ഫയൽ വെച്ചിട്ടാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതോ ഫയൽ സിസ്റ്റം വെച്ചിട്ടാണോ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റം ആണ്. സോ ദ സൈസ് ആൻഡ് ലൊക്കേഷൻസ് ഓഫ് ദി ഫയൽസ് ആർ ബീൻ ഐഡന്റിഫൈഡ് ബൈ ദി ഫയൽ സിസ്റ്റം. ഓക്കെ, ഇനി how many partitions are there that use the same physical disk? Same physical disk partition ചെയ്യുന്ന എത്ര കൈൻഡ് ഓഫ് പാർട്ടീഷൻസ് ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3, 4. ഓപ്ഷൻ ബി 2 ആണുള്ളത് കേട്ടോ. സോ how many partitions are there that use the same physical disk എന്ന് ചോദിച്ചാൽ 2 ആണ്. 2 പാർട്ടീഷൻ ആണ് സെയിം ഫിസിക്കൽ ഡിസ്ക് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വൺ, LVM ഇൻ ഡിസ്ക് സ്റ്റാൻഡ് ഫോർ. എന്താണ് LVM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്കൽ വോള്യൂം മാനേജർ ആണോ, ലോക്കൽ വോള്യൂം മാനേജ്മെന്റ് ആണോ, ലോക്കൽ വോള്യൂം മാനേജർ, ലെസ് വോള്യൂം മാനേജർ ആണോ, അതോ ലോ വോള്യൂം മാനേജർ ആണോ? ലോക്കൽ വോള്യൂം മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LVM എന്ന് പറയുന്നത്. എന്താണ്? ലോക്കൽ വോള്യൂം മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LVM എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, PV സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ ഈ പറയുന്ന ലോക്കൽ വോള്യൂം നമ്മൾ പഠിക്കുന്ന സമയത്ത് ലോക്കൽ വോള്യൂംസ് ആർ പെർസിസ്റ്റന്റ് വോള്യൂം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ PV സ്റ്റാൻഡ് ഫോർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർമനന്റ് വോള്യൂം ആണോ, പെർമനന്റ് വെർച്വലൈസ് ആണോ, പെർസിസ്റ്റന്റ് വോള്യൂം ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പൊ നമ്മൾ ഫയൽ സിസ്റ്റത്തില് ലോക്കൽ വോള്യൂം ലോക്കൽ വോള്യൂം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PV സ്റ്റാൻഡ്സ് ഫോർ persistent volume. So local volume is a persistent volume എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So PV stands for persistent volume. Okay. ഇനി question number 7. How many types are there for volume of dynamic system? So dynamic disk എത്ര kind of volumes ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 3, ഓപ്ഷൻ B 5, ഓപ്ഷൻ C 8, ഓപ്ഷൻ D 9. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5 kind of value ഇതാണ് വോളിയൂംസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? സിമ്പിള്, സ്നിപ്ഡ്, മിറർഡ്, സ്പാൻഡ്, മിറർഡ്, റെയ്ഡ് 5. അപ്പൊ 5 കൈൻഡ് ഓഫ് വോളിയൂംസ് ആണ് ഡൈനാമിക്കിലുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ വോളിയം, മിറർഡ് വോളിയം, സ്ട്രിപ്ഡ്, സ്പാൻഡ്, റെയ്ഡ് 5. അപ്പൊ അങ്ങനെ 5 കൈൻഡ് ഓഫ് വോളിയൂംസ് ഡിസ്ക് ആണ്, ഡിസ്ക് ഓഫ് വോളിയൂംസ് ആണ് എന്തിനുള്ളത്? ഡൈനാമിക് ഡിസ്കിനകത്ത് ഉള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, ഡാഷ് യൂസസ് ഫ്രീ സ്പേസ് ഫ്രം എ സിംഗിൾ ഡിസ്ക്. സിംഗിൾ ഡിസ്കിന്റെ ഫ്രീ സ്പേസ് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ സിമ്പിൾ വോളിയം ആണോ, ഓപ്ഷൻ ബി സ്പാൻഡ് വോളിയം ആണോ, ഓപ്ഷൻ സി മിറർഡ് വോളിയം ആണോ, ഓപ്ഷൻ ഡി സ്ട്രിപ്ഡ് വോളിയം ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സിമ്പിൾ വോളിയം ആണ് എന്ത് ചെയ്തിട്ട് യൂസസ് ഫ്രീ സ്പേസ് ഫ്രം ദ സിംഗിൾ ഡിസ്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9,
Dash is created from free disk space that is linked together from multiple disk. Option A simple ആണോ, ഓപ്ഷൻ ബി സ്പാൻഡ് ആണോ, ഓപ്ഷൻ സി മിറർഡ് ആണോ, ഓപ്ഷൻ ഡി സ്ട്രിപ്ഡ് ആണോ. അതായത് ഏത് കൈൻഡ് ഓഫ് വോളിയം ആണ് ഈ പറയുന്ന വിച്ച് ഈസ് ക്രിയേറ്റഡ് ഫ്രം ഫ്രീ ഡിസ്ക് സ്പേസ്, അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസ്കിൽ നിന്നും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഫ്രീ സ്പേസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വോളിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണോ, സ്പാൻഡ് ആണോ, മിറർഡ് ആണോ, സ്ട്രിപ്ഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സ്പാൻഡ് ആണ്. ഓക്കെ. Dash is a fault-tolerant volume whose data is duplicated on two physical disk. അപ്പോൾ ഏത് വോളിയം ആണ് ഒരു ഫോൾട്ട് ടോളറന്റ് വോളിയം, അതിന്റെ ഡാറ്റ എന്ന് പറയുന്നത് വേറെ ഫിസിക്കൽ ഡിസ്കിലേക്ക് കോപ്പി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അത് ഏത് കൈൻഡ് ഓഫ് വോളിയം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിമ്പിൾ, ഓപ്ഷൻ ബി സ്പാൻഡ്, ഓപ്ഷൻ സി മിറർഡ്, ഓപ്ഷൻ ഡി സ്ട്രിപ്ഡ്. അപ്പോൾ ഇതിൽ ഏത് കൈൻഡ് ഓഫ് വോളിയം ആണ് ഈ പറയുന്ന ഫോൾട്ട് ടോളറന്റ് വോളിയം ഹൂസ് ഡാറ്റ ഹാസ് ബീൻ ഡ്യൂപ്ലിക്കേറ്റഡ് ഓൺ ടു ദി ടു ഫിസിക്കൽ ഡിസ്ക്. ആൻസർ എന്ന് പറയുന്നത് മിറർഡ് ആണ് കേട്ടോ. So hope you understood the video. Thank you.